നമ്മളവിടെ വന്ന ഒരാൾ നമ്മൾ ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു. നിങ്ങൾ ഡാൻസ് ചെയ്തോ? ഞങ്ങളും ഡാൻസ് ചെയ്യുന്നുണ്ട്. ഡാൻസ് എന്ന് പറഞ്ഞാൽ അത് ഡാൻസ് അല്ല, അത് ഡാൻസ് മനസ്സിലായി. നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യായിരിക്കും. മനസ്സിലായി. നമ്മൾ ദിവ്യനാമം സമ്പ്രദായ ഭജനയിൽ ദിവ്യനാമം എന്നുള്ള പോർഷൻ ഉണ്ട്. അപ്പോൾ പാലക്കാട് ആയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്. കാര്യം പാലക്കാട് സമ്പ്രദായ ഭജനയുടെ കൾച്ചർ ഭയങ്കര റൂട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്കും ഇതെന്താണെന്ന് അറിയാം. അപ്പോൾ അവിടെ വന്നിരുന്ന ആൾക്കാർക്ക് ആർക്കും ഇതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തേയില്ല. കാര്യം ഞങ്ങളത് ഒരു 5 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ സമ്പ്രദായ ഭജന എന്താണെന്നുള്ളത് കൊടുത്തു, ദിവ്യനാമം എന്താണെന്ന് കൊടുത്തു, അഭംഗുകൾ പാടുമ്പോഴത്തേനും പാണ്ഡുരംഗ അഭംഗുകൾ പാടുമ്പോഴത്തേനും അതിൽ ഡാൻസ് ചെയ്യാന്നുള്ളത് മസ്റ്റാണ്. പാണ്ഡുരംഗങ്ങൾ പാടുമ്പോഴത്തേനും നാച്ചുറലി നമ്മളിപ്പം തമിഴ് ബ്രാഹ്മിൻസ് ആണെങ്കിൽ അവർ എഴുന്നേക്കും, നാച്ചുറലി അവരപ്പോൾ എഴുന്നേക്കും, അവർ വിളക്കിന് ചുറ്റും അവർ ഡാൻസ് കളിക്കും. പക്ഷേ ഇത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നോർമലായിട്ടുള്ള ബാക്കിയുള്ള മലയാളികളുടെ കൾച്ചറിന് അതൊരു ഡിഫറെൻറ്റ് സാധനമാണ്. ഇവര് അതിന്റെ കമന്റ്സ് കുറെ നെഗറ്റീവ് ആയിരുന്നു. ഞാൻ കണ്ടില്ല. ഇവരെന്താ ഈ സാധനത്തിനെ വൃത്തികേടാക്കാൻ നോക്കുവാണോ, ഇവര് ഇരുന്ന് മാത്രം പാടിയാൽ പോരെ, എന്തിനാണ് എഴുന്നേറ്റ് എന്നിട്ടുള്ള ഡാൻസ് കളിച്ചത്? പക്ഷെ സ്നേഹത്തോടെയാണ് കുറെ പേരും പറയുന്നത്, മക്കളെ നിങ്ങൾ അങ്ങനെ വെറുതെ ചെയ്യണം, അതൊരു മോശമാകും. അത് ചിലപ്പോൾ നമ്മളുടെ ഈ പറയുന്ന വീട്ടിലെ ഫീല് കാരണമായിരിക്കും. ഇസ്കോണിന്റെ ഭജൻസ് ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട്, അവരുടെ രീതികൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട്. അല്ല, അത് ഞാൻ പറയാം, സമ്പ്രദായ ഭജന എന്നുള്ളൊരു അതിനുശേഷം ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ സമ്പ്രദായ ഭജന എന്താണെന്നുള്ള കാര്യം നമ്മൾ അവിടെ പ്ലേ ചെയ്ത വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.